ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദർശൻ. ആഹ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പൈക്കോയിനെ പറ്റിയിട്ട് തന്നെയാണ്. പൈക്കോയിൻ്റെ ഇപ്പോഴത്തെ ആഹ് ഒരുപാട് പേർക്ക് ഡൗട്ടുകളുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. രണ്ട്, പ്രോ എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്, അതായത് പൈക്കോൺ എങ്ങനെയാണ് വിൽക്കേണ്ടത്, ഏത് രീതിയിലാണ് വിൽക്കുന്നത്. പിന്നെ മൂന്ന്, പൈക്കോയിന് കിട്ടുന്ന പ്രോഫിറ്റുകൾ എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഫൈനാൻഷ്യൽ ടിപ്സുകളും അതുപോലെ തന്നെ ക്രിപ്റ്റോ റിലേറ്റഡ് കണ്ടന്റുകളാണ് നമ്മളിവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാറുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ബെല്ലപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പൈക്കോയിന് കുറേ ഡൗട്ടുകളുണ്ട്. ഒന്നാമത്തെ ഡൗട്ട്, പാസ് ഫ്രേസ്. ഈ പാസ് ഫ്രേസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡാണ്. ഓക്കെ, നമ്മുടെ സ്വന്തം വാലറ്റിൻ്റെ പ്രൈവറ്റ് കീ ആണ്. അപ്പോൾ ഈ പ്രൈവറ്റ് കീ പോയി കഴിഞ്ഞാൽ മൂഞ്ചി കുത്തിരിക്കാം. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ വാലറ്റിനകത്തുള്ളത് ഒന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല പാസ് ഫ്രേസ് പോയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് പാസ് ഫ്രേസ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് അത് ഓർക്കാനുള്ള രീതിയിൽ വേണം ചെയ്യാനായിട്ട്. കാരണം അത് പോയി കഴിഞ്ഞാൽ എല്ലാതും പോകും. ഓക്കെ, അത് കമ്പനിക്ക് മെസ്സേജ് അയച്ചാലും ഒരു കാര്യമില്ല. പോയത് പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പാസ്വേഡ് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാസ്വേഡുകൾ പോയവർ റിക്കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത് മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടിയ കോയിൻസ് ആണ്. ഇപ്പം അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയാം. അപ്പോൾ ഒരു 300 കോയിൻ ഉണ്ടെങ്കിൽ 300 ഇൻറ്റു 2 അടിച്ച് $600. ഏകദേശം 50,000-60,000 രൂപ അടുത്ത് നിങ്ങൾക്ക് കിട്ടും ഫ്രീ ആയിട്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി KYC ചെയ്യാൻ 10 മിനിറ്റ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. യു ഡോണ്ട് ഡിസേർവ് ദിസ് മണി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വേർ യു ആർ അറ്റ് സ്റ്റേജ് ഓഫ് KYC. നിങ്ങൾ KYC ഫുള്ള് മൈഗ്രേറ്റ് ചെയ്യാനായിരിക്കുക. വാലിഡൈസേഴ്സ് അവരുടെ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ KYC ഫുള്ളി മൈഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ KYC കംപ്ലീറ്റ് ചെയ്യാത്ത പിള്ളേരാണെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ യു ആർ അണ്ടർ മീ ഓർ നോട്ട്. നിങ്ങളുടെ KYCകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടിയ പരിപാടിയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ KYCക്ക് വേണ്ടി മടിയന്മാരായിട്ട് കുത്തിരിക്കുന്നത്? നിങ്ങൾ നേരെ ചെയ്തിട്ട് KYC കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് മെയിനായിട്ട് ആകുമ്പോൾ നേരെ കൂടെ സെല്ല് ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്മൾ പറയാൻ പോകുന്നത് എക്സിറ്റ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് അവർ ലോഞ്ച് ചെയ്തപ്പോൾ February 20 ലോഞ്ച് ചെയ്തപ്പോൾ ഏകദേശം ഒരു 1,200 കോയിൻസ് എനിക്ക് ഉണ്ടായിരുന്നു. എന്നിരുത്തിട്ട് ഞാൻ ഒറ്റയടിക്ക് വിൽക്കല്ല ചെയ്തത്. ഓക്കെ, നിങ്ങൾ പയ്യെ 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 വേണം വിൽക്കാനായിട്ട്. ഒരു 10%, 15%, 20% ഓഫ് ഓൾ ദ കോയിൻസ് അങ്ങനെ വേണം നിങ്ങൾ വിൽക്കാനായിട്ട്. അല്ലാതെ ഒറ്റയടിക്ക് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലാഭമായിരിക്കും, ചിലപ്പോൾ അത് നിങ്ങൾ ടോപ്പിലായിരിക്കും വിൽക്കുന്നുണ്ടാവുക, ചിലപ്പോൾ അത് ഏറ്റവും ലോവിലായിരിക്കും നിങ്ങൾ വിൽക്കുന്നുണ്ടാവുക. കാരണം ഒരു ട്രേഡർക്കും ഒരു മാർക്കിന്റെ ടോപ്പ് ഏതാണ് ഏറ്റവും ബോട്ടം ഏതാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവൻ കോടീശ്വരനായാണ്. ഓക്കെ, ഇത്ര വലിയ കമ്പനീസിനടക്കം പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മൾ പാവപ്പെട്ടവർ നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 10%, 15% അങ്ങനെ പറഞ്ഞിട്ട് പയ്യെ 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 വിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഒറ്റയടിക്ക് വിൽക്കരുത്. കേട്ടല്ലേ, ഞാൻ അതാണ് സ്ട്രാറ്റജി ചെയ്തത്. ഞാൻ 1.40 വിറ്റു, 1.84 വിറ്റു, 2 വിറ്റു, 2.64 വിറ്റു. അങ്ങനെയാണ് ഞാൻ വിറ്റുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ വിൽക്കാനായിട്ട്. അതാണ് നിങ്ങളുടെ സ്ട്രാറ്റജി. അല്ലാതെ ഒറ്റയടിക്ക് നിങ്ങൾ വിൽക്കരുത്. കാരണം അത് ചിലപ്പോൾ പ്രൈസ് അപ്രിസിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ പ്രൈസ് ഡിപ്രിസിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷെ എന്ത് തന്നെ ആയാലും അത് നിങ്ങളുടെ ലാഭമാണ്. ലാഭം എപ്പോഴും ലാഭമാണ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വാട്ട് ദ എമൗണ്ട് ഓർ ദ സൈസ് ഈസ്, ലാഭം ഈസ് ഓൾവേസ് ലാഭം. ഓക്കെ, പിന്നെ എപ്പോൾ കഴിഞ്ഞാലും ഏകദേശം ഒരു 10% നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ 100% വിൽക്കാണ്ട് 10% വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോഴും എൻ്റെ ഒരു 10% പോർട്ട്ഫോളിയോ എന്നിട്ട് പൈക്കോൻ എൻ്റെ കയ്യിലുണ്ട്. 90% ഞാൻ വിറ്റിട്ടുള്ളൂ. 10% ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. കാരണം അത് ഭാവിയിലെ പ്രൈസ് അപ്രിസിയേഷന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഐ സ്റ്റിൽ ബിലീവ് ഇൻ ദാറ്റ് പ്രൊജക്ട്. കാരണം അത്രയ്ക്ക് നല്ലൊരു ഗ്ലോബൽ ഡിമാൻഡ് പറഞ്ഞ കാരണത്താൽ ഐ സ്റ്റിൽ ബിലീവ് ഇൻ ഇറ്റ്. അത് കാരണത്താൽ ഒരു 10% ഞാനിപ്പോഴും സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതും ഞാൻ ലാഡർ ഔട്ട് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് പ്രൈസ് എനിക്കൊരു ഊഹമുണ്ട് ഇങ്ങനെയൊക്കെ ആവുന്നു, ഒരു വിചാരമൊക്കെ ഉണ്ട്. ആ ഒരു വിചാരത്തിൽ ഞാൻ വിൽക്കുന്നതായിരിക്കും. അങ്ങനെ വേണം നിങ്ങൾ വിൽക്കാനായിട്ട് പൈക്കോയിൻസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിൽക്കുന്ന സാധനമൊക്കെ എന്തുറ്റ ചെയ്യാന്ന്. ഓക്കെ, കൊറോണത്തിന് ഒരു ബോധമില്ല, എനിക്കും ബോധം ഉണ്ടായിരുന്നില്ല. ഐ വാസ് ഇൻ യുവർ പൊസിഷൻ. അപ്പോൾ ഞാനൊരു പോർട്ട്ഫോളിയോ ലൊക്കേഷൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഇൻ കേസ് ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യണമെങ്കിൽ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്നെ ജോയിൻ ചെയ്യാം എൻ്റെ കമ്മ്യൂണിറ്റിയിൽ. ഓക്കെ, പറഞ്ഞു. ഇനി നമുക്ക് ലോ റിസ്ക്, ഒട്ടും റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾ ചെയ്യാം, റീഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, റീഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും നല്ലത്. പൈസക്ക് എത്ര അത്യാവശ്യമില്ലാത്തവരാണെങ്കിൽ, അത്രയ്ക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് നേരെ INR അല്ലെങ്കിൽ ഏതെങ്കിലും കറൻസി, ഇപ്പൊ ഞാനിപ്പോൾ UK യിലാണ്, അപ്പോൾ UK GGP ആണ്, അപ്പോൾ GGP-ലോട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷേ അത്രയ്ക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റീഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ കൊല്ലാവസാനം തന്നെ അത് മൊത്തം വിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് ഒരുപാടുണ്ട് അതിനെപ്പറ്റി പറയാനായിട്ട്. പക്ഷേ ഈ ഒരു വർഷം ബുൾ റൺ ആണെന്ന് പറയും. എല്ലാത്തിനും നല്ല പ്രൈസ് അപ്രിസിയേഷനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഡു യുവർ ഓൺ റിസർച്ച് ഓൺ ഇറ്റ്. അപ്പോൾ ലോ റിസ്ക് പോർട്ട്ഫോളിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ, സൊലാനോ, ഇത്തേറിയം, സൂയി, SUI, ചെയിൻ ലിങ്ക്. ഓക്കെ, ഈ പറഞ്ഞ 5 കോയിൻസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാന്യമായിട്ടുള്ള ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇൻ കേസ് ഇനി മോഡറേറ്റ് റിസ്ക്, അതായത് കുറച്ചും കൂടി എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട് ദർശ എന്ന് പറയുന്നവരോട് ഞാൻ ഈ ഒരു പോർട്ട്ഫോളിയോ ആണ് പറയാം. ഇപ്പൊ ഈ പറഞ്ഞ കോയിൻസുകളും അതിന് പുറമെ AERO എന്ന് പറഞ്ഞ കോയിൻ, 2 ഓണ്ടോ ONDO എന്ന് പറഞ്ഞ കോയിൻ, 3 HBAR എന്ന് പറഞ്ഞ കോയിൻ, XRP, ഈ പറഞ്ഞ കോയിൻസുകളൊക്കെ ഒരു മോഡറേറ്റ് റിസ്ക് ആണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ലോ റിസ്കിനേക്കാളും കുറച്ചും കൂടിയും റിസ്ക് കൂടിയ കാരണത്താൽ കുറച്ചും കൂടിയും റിവാർഡ് കൂടുതലായിരിക്കും ഈ പറഞ്ഞ കോയിൻസിന്. ഇൻ കേസ് ഇനി ഹൈ റിസ്കിലോട്ട് പോകാൻ താല്പര്യമുണ്ട്, പോട്ടെ, അതായത് ഒരു പ്രശ്നമില്ല ദർശ, എന്തുണ്ടായാലും ഞാൻ സഹിക്കും എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾ ഫോളോ ചെയ്യും. ഇപ്പൊ നേരത്തെ പറഞ്ഞ കോയിൻസുകൾ പുറമെ നിങ്ങളുടെ ഒരു അലോക്കേഷൻ നടക്കാം. അതായത് മീം കോയിൻസ്, നല്ല മീം കോയിൻസ്. ഓക്കെ, ഉടായ്പ ഉള്ള സാധനങ്ങളൊന്നുമല്ല. ഓക്കെ, മീം കോയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പോപ്പ് കാറ്റ്, 2 ബ്രറ്റ് BRETT, 3 ഡോഗി കോയിൻ. ഓക്കെ, ഈ 3 കോയിൻസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഹൈ റിസ്ക് ആണ്, പക്ഷേ അത്യാവശ്യം കൊള്ളാവുന്ന നല്ല മീം കോയിൻസുകളാണ് ഞാനീ പറഞ്ഞത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മോഡറേറ്റ് റിസ്ക്, ഈ പറഞ്ഞ ഹൈ റിസ്ക്, മോഡറേറ്റ് റിസ്ക്, ലോ റിസ്കിൽ പറഞ്ഞ കാറ്റഗറി എല്ലാം കൂടിയിട്ട് വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്യാം. ആദ്യം ഒരു 40% ഹൈ ലോ റിസ്കിൽ, അടുത്ത ഒരു 40-50% മോഡറേറ്റ് റിസ്കിൽ, അവസാനത്തെ 10% ഹൈ റിസ്ക് പോർട്ട്ഫോളിയോയിലോട്ട് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, പൈസക്ക് അത്യാവശ്യമുള്ളവരാണെങ്കിൽ P2P ഉപയോഗിച്ചിട്ട് ഇന്ത്യയിൽ വിഡ്രോ ചെയ്യാം. UK യിലാണെങ്കിൽ കോയിൻബേസോ ക്രാക്കനോ ഒരുപാട് എക്സ്ചേഞ്ചുകളുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. പിന്നെ സെല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് VPN-കളൊക്കെ ഉപയോഗിക്കാം. MEXC പോലുള്ള വെബ്സൈറ്റിൽ VPN ഉപയോഗിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. കാരണം ഞാൻ VPN ഉപയോഗിച്ചിട്ടാണ് ഞാൻ UK സെല് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും അത് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ KYC കമന്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വെറുതെ കിട്ടുന്ന സാധനം എന്തിനാവശ്യമില്ലാണ്ട് കൊണ്ടേ കളയണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വിത്തിൻ 11 days, കാരണം ഡെഡ് ലൈൻ ആയി തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ദിസ് ഇസ് ദർശൻ സൈനിങ് ഓഫ്. പീസ് ഔട്ട്.